ചൂടത്ത് നമുക്ക് നിൽക്കാൻ പറ്റിയ ഏക സ്ഥലം ATM കേട്ടോ. നമുക്ക് പൈസ എടുക്കാം. ഇതുപോലെ എന്തൊരാശ്വാസം. ഗായ്സ് നമ്മള് എവിടെ തിരിഞ്ചും എന്നിട്ട് ഞങ്ങള് എടി നമ്മളൊരാഗ്രഹം വെച്ചോണ്ടിരിക്കും ഗായ്സ്. വീട് എടുത്ത് ഓടിപ്പോവാൻ എവിടെ പോവാനാ വീട് ഓടി ഞങ്ങൾ എത്തി ഗായ്സ്. സത്യം പറഞ്ഞ ഒരു എന്താ പറയാ ആടി ഉലം ഇത് തെമ്മലാനാണോ എനിക്കറിയാൻ പാടില്ല. ഞങ്ങള് വേറെ ഏതോ ദേശത്തെത്തി കാട്ടിക്കൂടെ നടന്നു. ഇങ്ങനെ നമ്മള് കാട്ടിക്കൂടെ പോവാണ്. കൊണ്ടുപോയി മയിലാണോ? നല്ല മയിലാന്ന് തോന്നുന്നു. മയില് കുരങ്ങന്മാരെ കാണാം. പിന്നെ ഇത് നമ്മളിനിപ്പോ കാട്ടിന്റെ ആ ഒരു സൈഡിൽ കൂടെയുള്ള വഴി കൂടാണ് പോകുന്നത്. പക്ഷെ അടിപൊളി വൈബാട്ടോ. അവിടെ എന്തൊക്കെയോ കരയുന്ന ഇതോ ഉപയോഗിച്ച് നമുക്കിങ്ങനെ നടക്കാം. അടിപൊളിയാണ് കേട്ടോ. അടിപൊളി. ഒന്നുകൂടെ കുടിച്ചേ. ഹലോ ഹായ്. അപ്പം ഇന്ന് ഞാനൊരു വ്ളോഗ് എടുക്കാതെ വിചാരിച്ച് ഞങ്ങൾ അടൂര് വഴി തെന്മലയിലോട്ട് പോകണമെന്നൊരാഗ്രഹമുണ്ട്. ബട്ട് നടക്കില്ലോ എന്നറിയത്തില്ല. കാരണം സമയം എനിക്കൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഇന്ന് കുടയൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര വെയിൽ, സഹിക്കാൻ പറ്റത്തില്ല. വെയിൽ അസഹനീയമാണ്. ഇപ്പം 12 മണി എങ്ങാണ്ടായെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞാനിതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് കൊള്ളാമെങ്കിലും കൊള്ളത്തില്ലെങ്കിലും സജഷൻസും എല്ലാം ഇടണം കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ. അങ്ങനെ വന്നപ്പോൾ തന്നെ എനിക്ക് ബസ് കിട്ടി. ഞാൻ ബസ്സിനകത്ത് കയറി. പക്ഷേ അത് കറങ്ങിപ്പോന്നു. അങ്ങനെ ഞങ്ങൾ ഒരാളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ അടൂര് മൊത്തം കിടന്ന് കറങ്ങി. നമ്മുടെ സ്ഥലമൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ നടക്കുവാണ് സുഹൃത്തുക്കളെ, നടക്കുവാണ്. അങ്ങനെ ഞങ്ങൾ ഒരുവിധം കണ്ടുപിടിച്ച് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു. ചൂടത്ത് നമുക്ക് നിൽക്കാൻ പറ്റിയ ഏക സ്ഥലം ATM കേട്ടോ. നമുക്ക് പൈസ എടുക്കാം. ഇതുപോലെ എന്തൊരാശ്വാസം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ അടൂര് KSRTC സ്റ്റാൻഡിൽ വന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. നമുക്കുള്ള ബസ് വന്നില്ല. നമുക്ക് അടൂര് സ്റ്റാൻഡിൽ നിന്ന് പുനലൂർ ബസ്സിനകത്ത് കയറണം. പുനലൂർ ബസ് അവിടുന്ന് നേരെ തെന്മല ഒക്കെയാണ്. നമ്മളൊരു സമയം അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. അപ്പം കുറച്ചെത്തിയപ്പോൾ നമ്മുടെ ഇതാണ് മരുതിമൂട്. അപ്പോൾ ഇവിടെ ഒരു മരുതിമൂട് പള്ളിയൊക്കെ ഉണ്ട്. വെള്ളിയാഴ്ച ദിവസം ഇവിടെ ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ വെള്ളിയും ചൊവ്വയും ആണെന്ന് തോന്നുന്നു ഭയങ്കര വിശ്വാസം. കുറേ ആൾക്കാരൊക്കെ വന്നിങ്ങനെ പ്രാർത്ഥിക്കും. നമ്മളും ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോകാറുണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ പത്തനാപുരത്തെത്തി. പത്തനാപുരത്ത് നിന്ന് ഇങ്ങനെ സൈഡ് സീറ്റ് ആകുമ്പോഴത്തേനും നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകാൻ പറ്റും. അതാണ് എൻ്റെ തൊട്ടപ്പുറത്ത് രഞ്ജു കൊണ്ട് ഞങ്ങൾ പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ബസ്സിൽ പോകുന്നത്. ഇനിയിപ്പം പുനലൂർ ചെന്നിട്ട് നമ്മുടെ തെന്മലയ്ക്കുള്ള ബസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് തിരക്കിയിട്ട് തിരിച്ചെത്ര മണിക്കാണ് ബസ് എന്നൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ. കാരണം ഇപ്പം തന്നെ ഓൾറെഡി ഒരു 2:30 ആയി. നമുക്ക് തിരിച്ച് വീട്ടിൽ വരണം. ഒരു 7 മണിക്കുള്ളിൽ തിരിച്ചു വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ ഈ കാണുന്ന സ്ഥലമെല്ലാം നമ്മുടെ ടിമ്പർ, അതായത് നമ്മുടെ തടിയൊക്കെ മുറിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു സ്പേസാണ്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഇത് നമ്മുടെ കല്ലടയാറാണ്. അപ്പോൾ ഇവിടെ കുറേ ആക്സിഡൻറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്ന, പണ്ട് കുറേ ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു ചേച്ചി എടുത്ത് ചാടി ജീവനോടെ രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് നമ്മുടെ ഗോപിക ചേച്ചി ഇങ്ങനെ പറയും. അപ്പം ആ സ്ഥലം വന്നപ്പം ഞാൻ രഞ്ജുവിന് കാണിച്ചു കൊടുത്തു. അവൾ കണ്ടിട്ടില്ല. അങ്ങനെ ലാസ്റ്റ് നമ്മൾ പുനലൂരെത്തിയപ്പോൾ തന്നെ നല്ലൊരു മഴക്കോളായിരുന്നു. ഇത് ഈ വർഷം തുടങ്ങിയതിനൊക്കെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. കാരണം ഭയങ്കര ചൂട് സമയത്ത് ഇത് കാണുമ്പോൾ മനസ്സിനൊരു കുളിർമ. ഇത് നമ്മുടെ തൂക്കുപാലമാണ്, പുനലൂർ തൂക്കുപാലം. അപ്പോൾ തൂക്കുപാലത്തിൽ കയറാൻ പറ്റിയില്ല. കാരണം നമ്മുടെ ലക്ഷ്യസ്ഥാനം തെന്മലയാണല്ലോ. പിന്നെ തൂക്കുപാലത്തിൽ കയറിക്കഴിഞ്ഞാൽ സമയം പോകും. നേരത്തെയൊക്കെ ഞങ്ങൾ ഇതുവഴി പോകുമ്പം തൂക്കുപാലം അടച്ചിട്ടേക്കുമായിരുന്നു. ഇപ്പോൾ പക്ഷേ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എല്ലാ ആൾക്കാരും പോകുന്നൊക്കെയുണ്ട്.
അപ്പം നമ്മുടെ പുനലൂർ തൂക്കുപാലം, അപ്പോൾ അതൊക്കെ കണ്ട് നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ലാസ്റ്റ് നമുക്ക് തെന്മല ബസ് കിട്ടി. ആര്യങ്കാവ് തെന്മല ബസ്സിൽ നമ്മൾ അവിടെ ചെന്നപ്പോഴേ ബസ് കിടക്കുന്നു. ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ലാസ്റ്റ് 10 മണി വരെ തിരിച്ചും ബസ്സുണ്ട്. അതായത് നമുക്ക് തെന്മല ഡാമിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ള ബസ്സും കിട്ടും. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ മാനിൻ്റെ സെൻറ്ററാണ്. നമുക്ക് അവിടെ ഒന്നും കയറാൻ പറ്റിയില്ല. ഗായ്സ് നമ്മൾ എവിടെ തിരിഞ്ചു തെന്മല. എന്നിട്ട് ഞങ്ങൾ നമ്മളൊരാഗ്രഹം വെച്ചോണ്ടിരിക്കാൻ പാടില്ല അല്ലേ? രാവിലെ വരേണ്ടടുത്ത് നമ്മൾ ഇതാണൊരു ത്രില്ല് അല്ലേ? നമ്മൾ രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു ഇത് പോകത്തില്ലേ? ഇവിടെ നല്ല റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്, പക്ഷെ കയറാൻ ഞങ്ങളുടെ കയ്യിൽ കാശില്ല. നമുക്ക് നേരെ ഇവിടുന്ന് പതുക്കെ നടക്കാം. ആരും ഞങ്ങളെ തട്ടിക്കൊണ്ട് പോയില്ലെങ്കിൽ ഞങ്ങൾ ഡാമിലെത്തിയിട്ടുള്ള വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പതുക്കെ നടക്കാം. അങ്ങനെ ബസ്സുകാർ നമ്മളെ ഇവിടെ ഇറക്കി വിട്ടിട്ട് അവർ പോയി. അവർ അതുവഴി പോകുന്ന ബസ്സായിരുന്നു. പക്ഷേ നമ്മുടെ ഡാമിൻ്റെ അടുത്ത് വരെ ഇറങ്ങുന്ന ബസ്സുണ്ടായിരുന്നു. തെങ്കാശി ബസ്സിനകത്തൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റും. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമുക്ക് ഈ ബസ്സായിരുന്നു കിട്ടിയത്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ട് ഇനി അങ്ങോട്ട് നടക്കുമ്പോൾ ഞങ്ങൾ സ്പീഡിലാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞു, രഞ്ജു നീ സ്പീഡിൽ നടന്നു, കാരണം ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ 2 സൈഡും കാടല്ലേ, പിന്നെ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലവും. അപ്പോൾ അങ്ങനെ ഒരു ധൈര്യക്കുറവുണ്ട്. പിന്നെ ധൈര്യം സംഭരിച്ച് ഞാൻ ഫ്രണ്ടിൽ നടക്കും. രഞ്ജുവിനാണെങ്കിൽ നല്ല ധൈര്യമുണ്ട്. അവൾ പുറയിലിങ്ങനെ വീഡിയോ എടുത്തോണ്ട് നടക്കും ഞാൻ ഓടുന്നതൊക്കെ. അങ്ങനെ നമ്മൾ ഇങ്ങനെ നടന്ന് ഞങ്ങൾ എത്തി ഗൈസ്. സത്യം പറഞ്ഞ ഒരു എന്താ പറയാ, ആടി ഒരു ധൈര്യത്തിന് വേണ്ടി പോയത്. പക്ഷേ ഈ സ്ഥലത്തൂടെ നിങ്ങളാരും പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് വരരുത് കേട്ടോ. ഞങ്ങൾ പോയപ്പം പോലീസൊക്കെ ഞങ്ങളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. നാണം കിട്ടുന്നത് നമ്മൾ ഉള്ള സത്യം പറഞ്ഞിരുന്നത്. എടി ഇത് ഏതാ സ്ഥലം? ഇത് തെമ്മലാനാണോ? എനിക്കറിയാൻ പാടില്ല. ഞങ്ങൾ വേറെ ഏതോ ദേശത്തെത്തി, കാട്ടിക്കൂടെ നടന്നു. കൊളാം, ഇത് തിരിച്ചിനി എങ്ങനെ പോകും എൻ്റെ കർത്താവ്യെന്ന് ആലോചിച്ചോണ്ടിരിക്കും. ഞങ്ങൾ വേറെ ഏതോ ഒരു ദേശത്ത് നടന്നെത്തി കേട്ടോ. അല്ലേടി ഇവിടുന്ന് അപ്പുറം ആടി കണ്ട എനിക്ക് തൂങ്ങിക്കിടപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുവിധമൊക്കെ എത്തി. നമുക്കിനി ഇത് ഏത് വഴിയെന്ന് മാത്രം അറിയത്തില്ല. എവിടെയോ ഒരു സ്ഥലത്ത് ഞങ്ങൾ എത്തിക്കാണ്ടേ, ഞങ്ങൾ എവിടെ എത്തിയെന്നൊന്നും ആർക്കും അറിയത്തില്ല. അങ്ങനെ അവസാനം നമ്മുടെ വഴികളൊക്കെ കണ്ടുപിടിച്ചു. പക്ഷെ നമ്മളിത് നടന്നു വരുമ്പോൾ നമുക്ക് വഴികളൊന്നും അറിയത്തില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം മഴ പെയ്തിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ വന്നപ്പോൾ ഇവിടെ വണ്ടിയൊന്നും പാർക്ക് ചെയ്യുന്നൊന്നും ഞങ്ങൾ കണ്ടില്ല. പിന്നെ ഞങ്ങൾ നോക്കിയപ്പം ഞങ്ങൾ കയറി പാസ് എടുത്തു. ഒരാൾക്ക് 10 രൂപയേ ഉള്ളൂ. അങ്ങനെ പാസ്സൊക്കെ എടുത്ത് നമ്മളിനി അകത്തോട്ട് നടക്കും. നമ്മൾ പോയപ്പോൾ ആരും ഇല്ലായിരുന്നു കേട്ടോ. വലുതായിട്ട് 1-2 പേരൊക്കെ ഉള്ളൂ. ഇതുപോലെ സീസണും അല്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഫാമിലി വെള്ളമൊന്നുമില്ല. അപ്പം വെള്ളം കുറവാണ്. വെള്ളമല്ലേ നിറച്ചും വെള്ളം കിടക്കും. നമുക്ക് വെള്ളമില്ല. ഡാം ഒരു തുറന്നിട്ട് ഞാനതാ ഉദ്ദേശിച്ചത്. ഇനി മല കയറുന്നതാണ് പാട്. മല കയറാനൊക്കെ എന്ത് സിമ്പിൾ. ആരാടി? നിങ്ങളൊരു സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഞങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷെ എവിടെ നിന്നാന്ന് അറിയത്തില്ല. അതിനിടയ്ക്കൂടെ നല്ല ഇടിയുണ്ട്. പക്ഷെ അടിപൊളി രസം കേട്ടോ. ഇതുവഴി ഇങ്ങനെ നടന്നു പോവാൻ ഭയങ്കര തണുപ്പ്. കാല് 2 വേദന എടുത്ത് നമ്മൾ നടക്കുക. പക്ഷേ ഈ കാല് 2 വേദന എടുത്ത് ആ കാട്ടിക്കൂടെ ഒറ്റയ്ക്ക് നടന്നു വന്നതിൻ്റെ കേട്ടോ. അതിനെന്തിനാ അവരോടൊക്കെ നമ്മളിത് പോയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എന്ത് അല്ലെ പുലി അങ്ങനെ ഇറങ്ങി ചടി വീഴുമെന്തോ. നമ്മ ചൂടും കൂടാ അല്ലേ എഞ്ചേ? എന്തൊക്കെയാ സൗണ്ട് കേൾക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ വരെ വന്നില്ലായിരുന്നു, പോയിട്ട് വരാം. അങ്ങനെ അവസാനം ഞങ്ങൾ ഡാമിലേക്കുള്ള കയറ്റം കയറാൻ പോവുകയാണ്. അപ്പം ഒരുവിധം കാലൊക്കെ നടന്ന് ക്ഷീണിച്ചിരിക്കുക. പിന്നെ ഇനി പടിയും കൂടെ കയറുമ്പോൾ സെറ്റാവും. അതും ഉച്ചയ്ക്ക് ഫുഡും കഴിക്കാതെ. ഉച്ചയ്ക്ക് ഞാൻ ഓൾറെഡി ഒരു 11 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ചോറ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾക്ക് വലിയ വിശപ്പും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഇതിൻ്റെ മുകളിൽ കയറി. ഭയങ്കര ടാസ്ക്കാണ് ഇതിൻ്റെ മുകളിൽ കയറുന്നതൊന്നും പറയണ്ട. നമ്മൾ ക്ഷീണിച്ച് അടിപൊളിയാവും. പയ്യ കാലും കേൾക്കാൻ
ഇത് വല്ലാത്ത പൊടിയായിപ്പോയി. ഡാം ഇങ്ങോട്ട് ഇറങ്ങി ഇതങ്ങ് വരെ പോകണ്ടായിരുന്നു. അയ്യോ ലിഫ്റ്റ് ഉണ്ടായിരുന്നു. എന്നെ നൊരയാൻ പറഞ്ഞു. അത് നിങ്ങളല്ലേ പറഞ്ഞു ഉച്ചക്ക് പോവാ നോക്കട്ടെ അങ്ങനെ എങ്ങനെയാന്ന്. ചേച്ചി ഇവിടോട്ട് അങ്ങനെ ഒരുവിധം എന്തായാലും മേളിൽ കയറി എത്തിപ്പെട്ടു. പക്ഷേ നമ്മൾ വന്ന സമയം നല്ലതായിരുന്നു. കാരണം ഫോട്ടോസ് എടുക്കാനായാലും വീഡിയോസ് എടുക്കാനായാലും നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ ഇതിനകത്ത് എന്തൊക്കെയോ പണി നടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ഇതിൻ്റെ മേളിൽ എന്തോ ബിൽഡിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പം നമ്മുടെ കരങ്ങൻ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരാളിങ്ങനെ കുഞ്ഞിനെയൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മനുഷ്യരുടെ കൂട്ടം നല്ല രസം അവരെ കാണാൻ തന്നെ. പിന്നെ നമ്മൾ ആ ഒരു ടൈമിൽ വന്നതുകൊണ്ട് നല്ലൊരു കാലാവസ്ഥയായിരുന്നു. കാലാവസ്ഥ നമ്മൾ മഴ പെയ്യുമെന്ന് വിചാരിച്ചു. ഭാഗ്യത്തിന് എന്നാലും മഴ പെയ്തില്ല. ഞങ്ങളിങ്ങനെ പതിയെ കാഴ്ചകളൊക്കെ കണ്ട്, ഞാനിപ്പോൾ ഇവിടെ 3ാമത്തെ തൊട്ടാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവുകയാണ്. അടിപൊളി രസമാണ് ഇവിടെ. ഇതിന് മേളിൽ കയറിയിരിക്കുമ്പോൾ നമുക്ക് നല്ല തണുപ്പും നല്ല വൈബും അടിപൊളിയാണ്, നല്ല രസമാണ്. അപ്പം നമ്മുടെ തെന്മല ഡാം കണ്ടിട്ടില്ലാത്തവർ ഒന്ന് വന്ന് നോക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഈ സ്റ്റെപ്പൊക്കെ കയറാൻ പറ്റുന്നവരൊക്കെ വന്ന് നോക്കുക. കാരണം സ്റ്റെപ്പ് കയറുന്നതൊരു പണിയാണ്. വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ബസ്സിനകത്ത് വന്നൊന്ന് ട്രൈ ചെയ്തത്. പിന്നെ എന്തിനും നമ്മുടെ കൂടെ നല്ലൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ വിളിച്ചാലും വരുമെങ്കിൽ അതല്ലേ നല്ലത്. പിന്നെ നമ്മുടെ രഞ്ജുവിന് ഭയങ്കര ധൈര്യമാണ് കേട്ടോ. അവൾ ഞാൻ എവിടെ വിളിച്ചാലും വരും, എൻ്റെ ഒരു അനിയത്തിയെ പോലെയാണ്. അപ്പം ഞങ്ങളിങ്ങനെ പതുക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട്, പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ മേളിൽ ചെന്ന് ഡാം കാണാം, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ കണ്ട് നമ്മുടെ ഷട്ടർ കണ്ടു. പിന്നെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നടന്നിട്ട് ഇനി നമുക്ക് കാട്ടിക്കൂടെ യാത്ര ചെയ്യണം. അതിനാണ് ഞങ്ങൾ മെയിനായിട്ടും വന്നത്. ഇതെല്ലാം ഒരു എക്സ്പീരിയൻസ് അല്ല. ഇനി നമുക്ക് എന്നാ വരാൻ പറ്റുകയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ പുതിയൊരു ജോലിയിലൊക്കെ കയറി കഴിഞ്ഞാൽ വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഉള്ള സമയത്ത് നമ്മളൊന്ന് വന്ന് അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇന്ന് നമ്മൾ വന്നപ്പോൾ കുറച്ച് ആൾക്കാരെ ഉള്ളായിരുന്നു. എനിക്കൊന്ന് സീസൺ ടൈം ആവാത്തത് ഈ ചൂടൊക്കെ ആയതുകൊണ്ടായിരിക്കാം. പിന്നെ നമ്മുടെ ഫ്രണ്ടിലൊരു ഫാമിലി പോകുന്നുണ്ടായിരുന്നു, അല്ല ഫ്രണ്ടിലായിരുന്നു, പിന്നെ അവർ പുറകിലായി. അയ്യോ എന്തോ തണുപ്പാന്നറിയാ. ഇങ്ങനെ നമ്മള് കാട്ടിക്കൂടെ പോവാണ്. കൊണ്ടുപോയി മയിലാണോ? നല്ല മയിലാന്ന് തോന്നുന്നു. മയിലിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം. പക്ഷെ നല്ല കേട്ടോ. തെന്മല വന്നിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തെന്മല വരണം. അടിപൊളി കുരങ്ങന്മാരെ കാണാം. പിന്നെ ഇത് നമ്മളിനിപ്പോൾ കാട്ടിൻ്റെ ആ ഒരു സൈഡിൽ കൂടെയുള്ള വഴി കൂടാണ് പോകുന്നത്. പക്ഷെ അടിപൊളി വൈബാട്ടോ. അവിടെ എന്തൊക്കെയോ കരയുന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഇതാണെന്ന് അറിയത്തില്ല. അടിപൊളിയാ സംഭവം. കിട്ടും. ഞങ്ങൾ വൈകുന്നേരം വന്നു. പക്ഷെ നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ ഈസി മാറിപ്പോവും. അമ്മാതിരി തണുപ്പ്. അയ്യോ ഒരു നിഗൂഢത. ഒരു എന്താടി പുലി ഇപ്പൊ ചാടി. അങ്ങനെ നമ്മുടെ കാട്ടിലൂടുള്ള യാത്ര അടിപൊളിയായിരുന്നു. കാരണം ഇതൊരു ചെറിയ ഡാമിനടുത്തുള്ള ഒരു കാടാണ്. അപ്പം ഇങ്ങനെയുള്ള സാഹസികത, ഇങ്ങനെയുള്ള ട്രാവലിങ് ആർക്കെങ്കിലും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളിതുപോലാണ് ഒരുമിച്ച് പോവുക, ഇതേപോലെ എൻജോയ് ചെയ്യുക. അടിപൊളിയാണ്. പക്ഷേ ഇതുവഴി പോകുമ്പോഴും നൈസ് ഒരു കാട്ടിലൂടെ നടക്കുന്ന ഒരു ഫീലാണ്. 2 സൈഡും മരങ്ങളും അടിപൊളിയാണ് കേട്ടോ. അവരിനി കാട്ടി പോവാന്ന്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് വരേണ്ട ഒരു സ്ഥലമാണ് ഇത്. നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ കാട്ടിക്കൂടെ കാട്ടിൻ്റെ വൈബൊക്കെ അനുഭവിച്ച് നമുക്കിങ്ങനെ നടക്കാം. വാ നമുക്കിങ്ങനെ കാട്ടിൻ്റെ ഇതൊക്കെ ഉപയോഗിച്ച് നമുക്കിങ്ങനെ നടക്കാം. അടിപൊളിയാണ് കേട്ടോ. അടിപൊളി അല്ലേ? ക്യാമറമാൻ രഞ്ജുവിനൊപ്പം ശ്രുതി. കാണത്തില്ല. നൈസ് സ്ഥലമാണ്. നൈസ് ഒന്നും പറയാനില്ല. നമുക്ക് ഇതുവഴി പോകുമ്പോൾ ഉള്ളൊരു ഫീലെന്ന് വെച്ച് കഴിഞ്ഞാൽ കാടിൻ്റെ നടുക്ക് നമുക്കൊരു ടെൻഷൻസ് ഇല്ല, ഒരു ഇതുമില്ല. പിന്നെ വല്ല പുലി അങ്ങനെ വരുമെന്നുള്ള പേടിയുള്ളത് അതില്ല. അങ്ങനൊരു വൈബ് ഭയങ്കര. നമ്മുടെ പുറയിൽ ആളുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ധൈര്യം സംഭരിച്ച് പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂടെ വേണം. ഒരു 3-4 പേരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇന്നിപ്പോൾ ഞങ്ങൾ 2 പേരും ഇടാമെന്ന് പറഞ്ഞു. രഞ്ജുവിന് ഭയങ്കര ധൈര്യം കേട്ടോ.
ഞാനത് നേരത്തെ ഇങ്ങോട്ട് കാട്ടിക്കൂടെ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ ഇതൊരു ചെറിയ എന്താ പറയുക ഒരു രസമാണ്, ഇതുവഴിയൊക്കെ വരാൻ അടിപൊളിയാണ്. പിന്നെന്താ, വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്കുക കേട്ടോ. ഞങ്ങളുടെ കൂട്ട് എന്തെങ്കിലും പ്രാന്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചുമ്മാ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയാൽ മതി. നൈസ് സ്ഥലമാണ്. നമ്മളിങ്ങനെ വേണ്ട രണ്ട് സൈഡിൽ കൂടെ 4:30 ഞങ്ങൾക്കിനി ബസ്സിനകത്ത് ഞങ്ങൾക്ക് അങ്ങ് പോകണം കേട്ടോ. വണ്ടിയൊക്കെ വിളിച്ച് വരുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ 5 മണി വരെ ടിക്കറ്റ് കൊടുക്കും. 5 മണി വരെ കൊടുത്തിട്ട് 6 മണിക്ക് ഇപ്പുറം നിങ്ങൾ ഇറങ്ങിയാൽ മതി. ഇതിൻ്റെ താഴെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള പാർക്കുണ്ട്. ഇതിൻ്റെ താഴെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള പാർക്ക്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ആണ് ഇതിൻ്റെ താഴെ കണ്ടാ ദിനോസറൊക്കെ ഇരിക്കുന്നുണ്ട്. സർ ഇവിടെ വരുമ്പോൾ നമുക്ക് പിന്നെ കണ്ണൊക്കെ ഇരുട്ട് കയറുന്നത് പോലെ ഒന്നും കാണാൻ പറ്റത്തില്ല. നമ്മളിലെ കാട്ടിനകത്തൂടെ പോകുന്ന ഒരു ഫീലാണ്. അടിപൊളി കേട്ടോ അവിടെ അല്ലേ. തണുപ്പ് ഇപ്പോഴത്തെ ചൂടിന് ഉച്ച സമയത്തൊക്കെ വന്നാൽ കിട്ടുമായിരിക്കും കേട്ടോ. ആ ഒരു തണുപ്പും ആ ഒരു വൈബും സംഭവം സൂപ്പറാണ്. അടിപൊളി. ഞങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ ട്രാവലിങ്. പിന്നെ നല്ലതല്ലേ പറയുന്നത്. അങ്ങനെ ഒരാളാണ് താണ്ട് നമ്മുടെ കക്ഷി. ഞാൻ എവിടെ വിളിച്ചാലും ഇയാൾ വരും കേട്ടോ. ഇവക്കും പിന്നെ ഇവള് കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ആരോടും ചോദിക്കാൻ പറയാനൊന്നും വേണ്ടല്ലോ, വീട്ടിൽ മാത്രം പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ അതെ, പിന്നെ ഞങ്ങൾക്ക് ഇതുപോലെ വീട്ടിൽ പറഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത് കേട്ടോ. വീട്ടിൽ പറയാനൊന്നും വരത്തില്ല. അപ്പോൾ ഞങ്ങളുടെ കാട്ടിലെ യാത്ര അടിപൊളിയാണ്. അപ്പോൾ കിട്ടില്ല, സൂപ്പർ. ഞങ്ങൾ നടന്ന് എൻ്റെ ആവാറായി. പാട്ട് കേൾക്കുന്ന ഇവിടെ എന്തോ അമ്പലത്തിൽ ഉത്സവമാണെന്ന് തോന്നുന്നു. നൈസ്. അങ്ങനെ നമ്മൾ വഴി കണ്ടുപിടിച്ചു. വഴി കണ്ടു. എന്തൊരു ഊഞ്ഞാലാടാൻ പോന്ന നമ്മള് നമ്മുടെ വഴി എത്തി. എൻജ് പഴപ്പരിയോ ഏത്തക്കാപ്പോ. അങ്ങനെ നമ്മൾ എപ്പോൾ വന്നാലും ഇവിടെ നിന്നാണ് ചായയും കടിയും കഴിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പം ഇവിടുന്ന് പഴംപൊരിയൊക്കെ കഴിച്ചതാണ്. ഈ അമ്മയും മോളുമാണ് ഇവിടെ സ്ഥിരം. നല്ല രസം ഇവരുടെ ഫുഡ്. ഇത് നമ്മുടെ അൽബൂരിയാണ് നമ്മുടെ നാട്ടിലെ, പക്ഷേ ഇവർ പറയുന്നത് അതിമധുരോ അങ്ങനെ എന്തോ ഒരു പേര് പറയുന്നതായിട്ട്. പക്ഷേ എനിക്കിത് കഴിച്ചപ്പോൾ നെയ്യപ്പത്തിൻ്റെയും പിന്നെ അൽബൂരിയുടെ നല്ല മധുരവും ഉള്ളൊരു ടേസ്റ്റായിരുന്നു. നെയ്യപ്പം അല്ലേ ഒന്നുകൂടെ കുടിച്ചേ. അങ്ങനെ നല്ല അടിപൊളി ചായയും കടിയൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് പുളിമുട്ടായി കിടക്കുന്നുണ്ട്, നമ്മുടെ പഴയ പുളിമുട്ടായി. അതും ഒരു 4 പാക്കറ്റ് വാങ്ങിച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര സ്പീഡിൽ എവിടെ നിന്ന് ഇങ്ങനെ വണ്ടി പോകുന്നത്. അത് ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അവർക്ക് ടാറ്റയും പറഞ്ഞ് നമ്മൾ പിന്നെയും യാത്രയായി. അപ്പോൾ പിന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൂടാണ് ഇനി ബസ് സ്റ്റോപ്പിലോട്ട് പോകുന്നത്. ഡാമാണ് താഴെ. അങ്ങനെ ഡാമിൻ്റെ ഇപ്പം കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ കുറച്ച് കുറഞ്ഞ, അതിനകത്ത് എന്തൊക്കെയോ പടികളോ ഏതാണ്ട് അത് ഞാൻ അവളെ വിളിച്ച് കാണിക്കുമായിരുന്നു. ഇതിൻ്റെ തടിയാണോ അവൾ പറഞ്ഞത് പടിയോ അങ്ങനോ ആയിരിക്കുമെന്ന്. ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വന്നു. കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്കും നമുക്ക് ബസ് കിട്ടി. എവിടാതെ പോലും അറിയത്തില്ല. അങ്ങനെ ബസ് കിട്ടി. ഇനി നേരെ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും ഞങ്ങൾ പോകണമെന്നാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ അവളുടെ സ്റ്റോപ്പ് വന്നപ്പോൾ അവൾ ഇറങ്ങി. അപ്പോൾ ഇനി എനിക്ക് ഒരു ബസ്സും കൂടെ കയറണം. അപ്പം നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.